എല്ലാവർക്കും സാദര നമസ്കാരം. ആത്മാന്വേഷണത്തിൻ്റെ പുതിയ ഒരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ഒരു കടൽ തീരത്ത് ഒരു ബീച്ചിൽ ഒരു ബലൂൺ കച്ചവടക്കാരൻ പല വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ ആകാശത്തേക്ക് പറത്തി വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ വിരൽ തുമ്പിൽ കെട്ടിയിട്ടുള്ള ചരടിൽ നിന്ന് ആ ബലൂണുകൾ ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നു. കടൽക്കാറ്റിൽ അവ നൃത്തം വയ്ക്കുന്നു. അത് കണ്ട് ആഹ്ലാദഭരിതരായി കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അയാളുടെ ചുറ്റും കൂടി ബലൂണ് വാങ്ങി. ആ കടൽക്കാറ്റിൽ ബലൂണ് വളരെ ആകർഷകമായി തോന്നി. അതൊക്കെ ആകാശത്തേക്ക് ഉയർന്ന് പറക്കുകയാണ്. അങ്ങനെ അയാളുടെ ബലൂണുകളൊക്കെ തന്നെ വളരെ വേഗം അന്ന് വിറ്റഴിക്കാൻ കഴിഞ്ഞു. അങ്ങനെ കച്ചവടമൊക്കെ കഴിഞ്ഞു. അയാൾ അല്പം നേരത്തെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് വിചാരിച്ച് അയാളുടെ സഞ്ചിയും ബാഗും ഒക്കെ അടുക്കി കെട്ടി മുറുക്കി വെച്ചു. അപ്പോഴാണ് അകലെ ഇത് കണ്ടുകൊണ്ട് നിന്ന ഒരു ചെറിയ ബാലൻ അയാളുടെ അടുത്തേക്ക് ഓടി വരുന്നത് കണ്ടത്. അവൻ വളരെ ക്ഷീണിച്ചിരുന്നു. ശരീരം അല്പം ഇരുണ്ടതും മുഷിഞ്ഞ വസ്ത്രങ്ങളുമായിരുന്നു അവൻ്റേത്. അവൻ വന്നയുടനെ കച്ചവടക്കാരൻ പറഞ്ഞു, അയ്യോ മോനെ, ബലൂണുകളെല്ലാം തീർന്നു പോയല്ലോ. ഇനി നാളെ വൈകിട്ട് ഞാൻ ഇവിടെ വരും. അപ്പോൾ വന്നാൽ മതി, ബലൂൺ നിനക്ക് വാങ്ങാം. അപ്പോൾ അത് കേട്ട് ആ കുട്ടി പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ ബലൂൺ വാങ്ങാൻ വേണ്ടി വന്നതല്ല, ഒരു സംശയം ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണ്. ഇത് കേട്ടപ്പോൾ കച്ചവടക്കാരന് വളരെ കൗതുകകരമായി തോന്നി. അയാൾ അവൻ്റെ തോളത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, പറയൂ, നിനക്ക് എന്താണ് അറിയേണ്ടത്? ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആ കുട്ടി വളരെ സങ്കോചത്തോടെ മടിച്ച് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളിവിടെ പറത്തിക്കൊണ്ടിരുന്ന ബലൂണുകളെല്ലാം തന്നെ വിവിധ കളറുകളിലുള്ളതായിരുന്നു. പച്ച, മഞ്ഞ, ചുവപ്പ്, നീല, വെള്ള, ഇങ്ങനെ വിവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകളാണ് ഇവിടെ നിങ്ങൾ ആകാശത്തേക്ക് പറപ്പിച്ചു കൊണ്ടിരുന്നത്. ആ കൂട്ടത്തിൽ ഒരു കറുത്ത ബലൂൺ പോലും കണ്ടില്ലല്ലോ. എന്താണ് അങ്ങനെ? കറുത്ത ബലൂണുകൾക്ക് പറക്കാൻ കഴിവില്ലെന്നുണ്ടോ? ആ കുട്ടിയുടെ ചോദ്യത്തിൻ്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ആ കച്ചവടക്കാരൻ അവനെ സാന്ത്വനിപ്പിക്കുന്ന മട്ടില് ഇങ്ങനെ പറഞ്ഞു, മകനെ, ഞാനിവിടെ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നത് വിവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകളാണ്. എങ്കിലും അതിനുള്ളിൽ നിറച്ചിട്ടുള്ള ഹൈഡ്രജൻ്റെ പ്രഭാവം കൊണ്ടാണ് അവയ്ക്ക് മുകളിലേക്ക് പറക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പുറമേ ഏത് നിറമാണ്, പുറമേ ഏത് കളറാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബലൂണുകൾക്ക് പറക്കാൻ കഴിയില്ല. അതിൻ്റെ ഉള്ളിൽ എന്താണ് നിറച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ബലൂണുകൾ ഉയരത്തിലേക്ക് പറക്കുക. അതുപോലെയാണ് മനുഷ്യ ജീവിതവും. നമ്മുടെ ഉള്ളിൽ എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിലേ നമുക്ക് ഉന്നതങ്ങളിലെത്താൻ കഴിയൂ. നമ്മുടെ ഉള്ളിൽ ശൂന്യമാണെങ്കിൽ, നമ്മളുടെ ഉള്ളിൽ ഊർജമില്ലെങ്കിൽ നമുക്ക് അത്യുന്നതങ്ങളിലേക്ക് പറക്കാൻ കഴിയില്ല, കുതിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഹൈഡ്രജൻ നിറച്ച ബലൂണുകളെ പോലെ നമ്മുടെ ഉള്ളിൽ ഊർജത്തിൻ്റെ ഒരു വലിയ ശേഖരമുണ്ടെങ്കിൽ നമുക്ക് ഉന്നതങ്ങളിലേക്ക് പറക്കാൻ കഴിയും. പുറമേയുള്ള മോടിയോ ചമയങ്ങളോ ബാഹ്യമായ അലങ്കാരങ്ങളോ ഒന്നും നമ്മെ ഉയരത്തിലെത്തിക്കില്ല. അതുപോലെ തന്നെയാണ് ഈ ബലൂണും. ഏത് നിറമുള്ള ബലൂണിനും പറക്കാൻ കഴിയും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആ ഊർജം പകരാനുള്ള പ്രഭാവം അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് വ്യക്തിക്കും ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും. ഈ മറുപടി കേട്ടപ്പോൾ ആ കുട്ടിക്ക് സമാധാനമായി. അവൻ വളരെ വിടർന്ന മുഖത്തോടെ അവിടെ നിന്ന് ഓടി പോവുകയും ചെയ്തു. ഈ കഥ ഏവരുടെയും സമക്ഷത്തിൽ ചിന്തയ്ക്കായി, പുനർവിചിന്തനത്തിനായി സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. വീണ്ടും സമാനമായ ഒരു വിഷയവുമായി കാണാം. നമസ്കാരം.